നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള രാജ്യത്തിൽ നിന്നും മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമേ അത് പ്രാവർത്തികമാവാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിനുള്ള തുടക്കം കുറിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും ഇടയുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ജൂലൈ മുതൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ഇനി ജോലിയോടൊപ്പം ഈ ഒരു മേഖല വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തക്കവണ്ണമുള്ള ഒരു കർഷകനെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് അത് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വന്നു ചേരുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ആചാരക്രമങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുവാനുമുള്ള അവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ആഗമനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ പ്രാരംഭത്തിൽ പല അന്വേഷണങ്ങളൊക്കെ നടത്തും. എന്നാൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധപ്രകാരം, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം, വാസ്തുശാസ്ത്രപ്രകാരമുള്ള ഗൃഹം വാങ്ങിച്ചാൽ മതി എന്ന ധാരണയോടുകൂടി തന്നെ കൂടുതൽ അന്വേഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്തിമ നിമിഷത്തിൽ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ട് ഗൃഹം വാങ്ങിക്കുവാനും താമസമാക്കുവാനും ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ചിന്താഗതികളിൽ പല ആശയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും പ്രാവർത്തികമായിട്ടും പ്രാദേശികമായിട്ട് സ്വീകാര്യമുള്ളതും ആധുനിക സംവിധാനത്തോടുകൂടിയും മാത്രമേ അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും പണനഷ്ടവും മാനഹാനിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നത വിജയം കൈവരിക്കുവാനും ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ജോലിയിൽ നിന്നും രാജിവെക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുവാനായിട്ട് അവസരങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ബന്ധുമിത്രാദികൾക്ക് ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസത്തിനായിക്കൊണ്ട് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല വിധത്തിലും മാന്ദ്യമുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ വിൽപ്പനയ്ക്ക് തയ്യാറായിരുന്നു. എന്നാൽ ന്യായമായുള്ള വില ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ അത് എങ്ങനെയെങ്കിലും കൊണ്ടുനടന്ന് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളായിരുന്നു 2025 വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ 2026 ധാരാളം അവസരങ്ങളും ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ജോലിക്കാരെ ഷിഫ്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ വിൽപ്പന ചെയ്യുക ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും കടങ്ങളൊക്കെ ഏറെക്കുറെ കൊടുത്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്
അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരങ്ങൾ ഉണ്ടാവുക മാത്രമല്ല, നിലവിലുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം ഗുണകരമായി തീരുവാനും മേലധികാരികളും ഉടമസ്ഥരും ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം താമസിക്കാൻ തക്കവണ്ണം വന്നു ചേരുകയും മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഭൗമിക്രയ വിക്രയിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2025 മെയ് മാസം മുതൽ തന്നെ അവലംബിക്കുകയും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി 2025 ഉണ്ടാവുകയും 2026 ജൂൺ മാസം മുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. പുതിയ ഭരണപരിഷ്കാരം ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന ധാരണയോടുകൂടിയും സ്ഥാപനത്തിനും പ്രസ്ഥാനത്തിനും ഉടമസ്ഥർക്കും ഒരേപോലെ ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാൻ തക്കവണ്ണം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയുണ്ട്. ഉന്നതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിന് ഉപോത്ബലകമായി പ്രവർത്തിക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ കുറെ അനുഭവ പാഠങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ ഇനി മുതൽ ശാസ്ത്രീയ വശവും പ്രായോഗിക വശവും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ മാത്രം തക്കവണ്ണം ഒരു രൂപരേഖ തയ്യാറാക്കുവാനും ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവസരമുണ്ടാകും. വസ്തുസംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. സമയപരിമിതികൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആഗ്രഹിക്കുന്നതിലുപരി പ്രസ്ഥാനത്തിന് ഉപോത്ബലകമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഉള്ള പ്രവർത്തന ശൈലിയും സാഹചര്യങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിട കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദീർഘവീക്ഷണത്തോടുകൂടിയും വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ സാധ്യത കാണുന്നു. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാവരിൽ നിന്നും ഒരു സർവസ്വീകാര്യത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായുള്ള രീതിയിൽ പരിശീലനം നേടുന്നതിന്റെ വെളിച്ചത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2026 യോഗം കാണുന്നുണ്ട്.